ഹായ് ഓൾ, വെൽക്കം ടു പയനിയർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർഗം എന്താണെന്നും അതിൻ്റെ ചെറിയ ചോദ്യങ്ങളും ചെയ്തിരുന്നു. പല രീതിയിൽ എങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗം അഥവാ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർഗമൂലം എങ്ങനെ കാണും എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, വർഗമൂലം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ക്വയേഴ്സിൽ ചില പ്രത്യേകതകളൊന്ന് ഓർത്തിരിക്കണം. 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. 4ൻ്റെ സ്ക്വയർ 16. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ 100. ഓക്കെ, സോ നമുക്ക് ഈ സ്ക്വയേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യൂണിറ്റ് ഡിജിറ്റ്, അതായത് അവസാന അക്കം. ഓക്കെ, ഏതൊക്കെ സംഖ്യകളുടെ അവസാന അക്കങ്ങളാണ് തുല്യമായിട്ടുള്ളത്? 1ൻ്റെതും 9ൻ്റെയും അവസാന അക്കം, 1ൻ്റെയും 9ൻ്റെയും സ്ക്വയേഴ്സിൻ്റെ അവസാന അക്കം തുല്യമാണ്. അതേപോലെ 2ൻ്റെയും 8ൻ്റെയും അവസാന അക്കം, 2ൻ്റെയും 8ൻ്റെയും വർഗ്ഗങ്ങളുടെ അവസാന അക്കം തുല്യമാണ് അല്ലേ? അതായത് 1 ഉത്തരം വരുന്നത് 6 സ്ക്വയറിനാണ്. അതായത് 1 യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്, യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ വരുന്നത്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ വരുന്നത് ഏതൊക്കെ സംഖ്യകളുടെയാണ്? 1ൻ്റെ സ്ക്വയറും വരും, 9ൻ്റെ സ്ക്വയറും വരും. ഇനി 4 എന്നുള്ളത് യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിൽ വരുന്നത് ആർക്കൊക്കെയാണ്? 2നും വരുന്നുണ്ട്, അതുപോലെ തന്നെ 8നും വരുന്നുണ്ട്. 2, 8. ഓക്കെ, അപ്പം 9 എന്നുള്ള സംഖ്യ വരുന്നത് 3നും 7നുമാണ്. 3ൻ്റെ സ്ക്വയറിൻ്റെ 7ൻ്റെ സ്ക്വയറിൻ്റെ അവസാന അക്കം എന്തായിരിക്കും? 9 ആയിരിക്കും. അതേപോലെ 6 എന്ന് പറയുന്ന സംഖ്യ വരുന്നത് ആയിരിക്കും? 4ൻ്റെയും 6ൻ്റെയും വർഗ്ഗങ്ങളുടെ അവസാന അക്കങ്ങളായിരിക്കും. ഓക്കെ, ഇനി 5ൽ അവസാനിക്കുന്ന സംഖ്യകൾക്ക് 5 ആയിരിക്കും വരിക. പൂജ്യങ്ങൾ ഈവൻ ആണെങ്കിൽ അതനുസരിച്ച് 0 തന്നെ ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ യൂണിറ്റ് ഡിജിറ്റുകൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ്. 1, 9 വരുവാണെങ്കിൽ നമുക്കറിയാം അത് 1 ആയിരിക്കും. അതുപോലെ 2, 8 വന്നാൽ അത് 4 ആയിരിക്കും അവസാന അക്കം. 3ഉം 7ഉം ആണ് സംഖ്യ അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ അവസാന സംഖ്യ, സ്ക്വയറിൻ്റെ അവസാന സംഖ്യ 9ലായിരിക്കും. 4ഉം 6ഉമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അവസാന സംഖ്യ 6 ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, പരിപൂർണ്ണ വർഗ്ഗമാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിലുള്ള സംഖ്യകൾ? 1 ആവാം, 4 ആവാം, 9 ആകാം, 6 ആകാം, 5 ആവാം. ഓക്കെ, അപ്പം ഇതല്ലാത്ത സംഖ്യകളൊന്നും എന്താവില്ല? പരിപൂർണ്ണ വർഗ്ഗങ്ങളാവില്ല, അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവില്ല. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. ഏത് സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയ ശേഷം നമുക്കൊരു ഏകദേശ എസ്റ്റിമേറ്റ് ആ റൂട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ തന്നിൻ്റെ ചോദ്യത്തിൽ അവസാന അക്കം 1 ആണെങ്കിൽ അത് ഒബ്വിയസ്ലി 1, 9 അവസാനിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, വർഗ്ഗമൂലം കാണാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് നമുക്ക് 2 മെത്തേഡ്സാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഉള്ളത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർഗ്ഗമൂലം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ മെത്തേഡാണ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് കോമൺ ഡിവിഷൻ മെത്തേഡാണ്. പിന്നെ ഉള്ളത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ എന്നിരുന്നാലും എങ്ങനെയാണ് വർഗ്ഗം കാണുന്നത്, നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് വർഗ്ഗം കാണുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡും ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം പ്രൈം ഫാക്ടർ മെത്തേഡിൽ എങ്ങനെയാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് നോക്കാം. അപ്പോൾ ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമ്മൾ പ്രൈം ഫാക്ടർ മെത്തേഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 9216 ആണ് നമ്മളുടെ സംഖ്യ. അത് നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും അല്ലേ? 2 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 4, 2, 8, ബാക്കി 8, 6, 2, 12, 0, അതുപോലെ തന്നെ 8. എങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 2, 3, 0, 4 എന്നായിരിക്കും വരിക അല്ലേ? എങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 1, 1, 5. ഓക്കെ, 2 എന്ന് വരും. എങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 5, 7, 7, 14, ബാക്കി 1, 6. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2, 8, 16, ബാക്കി 8. അഗെയിൻ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഹരിക്കാം.
144 അല്ലേ. എഗെയിൻ നമുക്ക് രണ്ടുകൊണ്ടായിരിക്കാം 72. എഗെയിൻ രണ്ടുകൊണ്ടായിരിക്കാം എത്ര ആയിരിക്കും വരിക? 36 വരും. എഗെയിൻ രണ്ടുകൊണ്ടായിരിക്കാം 18 വരും. എഗെയിൻ രണ്ടുകൊണ്ടായിരിക്കാം 9 വരും. എഗെയിൻ രണ്ടുകൊണ്ടായിരിക്കാം 3 വരും. ഓക്കെ, ഇനി നമുക്ക് പ്രൈം ഫാക്ടർ, ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ അല്ലേ. അപ്പം 9216 റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ. 2 × 2 2 × 2 ഇൻറ്റു 2 × 2 ഇൻറ്റു 2 × 2 ഇൻറ്റു 2 × 2 2 2 അല്ലേ. അപ്പം ഈ സെറ്റ് ഒരെണ്ണം, ഈ സെറ്റ് ഒരെണ്ണം, ഈ സെറ്റ് ഒരെണ്ണം. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീണ്ടും 2 ഇൻറ്റു 2 × 2 ഓക്കെ ഇൻറ്റു 2 × 2 ഇൻറ്റു 3 × 3. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നും പ്രൈം ഫാക്ടേഴ്സിന് ഓരോ സെറ്റിലും നമ്മൾ ഓരോ സംഖ്യയെ മാത്രം എടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്തായിരിക്കും വരിക? 2 × 2 × 2 × 2 × 2 ഓക്കെ ഇൻറ്റു ഈ സെറ്റിൽ 3 എടുക്കുവാണെങ്കിൽ 4 4 16 2 96 ആയിരിക്കും ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഇത് വളരെ വലിയൊരു മെത്തേഡാണ് അല്ലേ. നമുക്ക് നോക്കാം, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത ശേഷം നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൽ നിന്നും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ആളെ വീതം എടുത്താണ് നമ്മൾ ചെയ്യും. ഇവിടുന്ന് ഒരാളെ എടുത്തു, ഇവിടുന്ന് ഒരാളെ എടുത്തു, ഇവിടുന്ന് ഒരാളെ എടുത്തു, ഇവിടുന്ന് ഒരാളെ എടുത്തു, ഇവിടുന്ന് ഒരാളെ എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ എത്ര സെറ്റ് ഉണ്ട്? 1 2 3 4 5 സെറ്റ് ഉണ്ട് അല്ലേ. 5 സെറ്റിൽ നമ്മൾ 5 2കൾ എടുത്തു അല്ലേ. അതിനുശേഷം ആ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സെറ്റിൽ 3 ആണ് വന്നത്, ആ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്രൈം ഫാക്ടർ മെത്തേഡ്. അപ്പോൾ ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ധാരാളം സമയം നമുക്ക് നഷ്ടമാകും. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് പറയുന്നത് കോമൺ ഡിവിഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് കോമൺ ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, വർഗ്ഗം കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ അക്കമാണ്. അവസാനത്തെ അക്കം 1 ആണ് അല്ലേ. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഈ സംഖ്യനെ ലോങ് ഡിവിഷൻ മെത്തേഡ് അഥവാ കോമൺ ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം 7921 നമ്മൾ 2 ഭാഗങ്ങളാക്കി മുറിച്ചത്. ഒരു ഭാഗം ഇത്, ഒരു ഭാഗം ഇത്. ഓക്കെ, വലത്തു നിന്നും 2 സംഖ്യകളുള്ള ഗ്രൂപ്പുകളായി തിരിക്കുന്നു. അപ്പോൾ 4 സംഖ്യകളുണ്ട് ഇങ്ങനെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന നോക്കുക. 79 ആണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് സംഖ്യ. അപ്പോൾ ആദ്യ സെറ്റിൽ 79 അടങ്ങുന്ന പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 8 ആണ് അല്ലേ. 8 8 64 ആണ് അല്ലേ. അപ്പോൾ ഞാൻ 8 എഴുതുകയാണ്. 8 8 8 8 64. സോ ഞാനിവിടെ 64 എഴുതുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. 79 64 പോയാൽ 5 1. ഓക്കെ, സോ 1 5 കിട്ടി. ഇനി നമ്മൾ അടുത്ത ബ്ലോക്ക് ഫുള്ളായിട്ട് താഴേക്ക് എഴുതുക. 2 1 എഴുതുന്നു. 2 1 എന്ന് എഴുതുന്നു. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. 16 അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 യൂണിറ്റ് ഡിജിറ്റിലാകാൻ ചാൻസ് ഉള്ളത്, 1 യൂണിറ്റ് ഡിജിറ്റ് പ്ലേസിലാവാൻ ചാൻസ് ഉള്ളത് ഏത് സംഖ്യകളുടെ സ്ക്വയറുകൾക്കാണ്? 1 അല്ലെങ്കിൽ 9 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെ 9 ആയിരിക്കും ഉത്തരം. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നു? ഇവിടേക്ക് ഞാൻ 1 ഇടുകയാണെങ്കിൽ ഇവിടെയും അതേ സംഖ്യ ഇടണം അല്ലേ. എന്നിട്ട് എന്താണ് ഈ 1ഉം ഈ ഇവിടെ 161 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കിട്ടണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന സംഖ്യ എന്താണ് എഴുതുന്നത്? 15 21 ആണ്. അപ്പം 1 എഴുതാൻ സാധിക്കില്ല. നമ്മൾ അതിന് പകരമായിട്ട് ഈ 9 ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ 9 ആണ് എഴുതുന്നതെങ്കിൽ 9 ഇവിടെ എഴുതി, 9 എഴുതി. ഇനി ഈ 9ഉം 160 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 9 9 81 2 16 9 ആണെങ്കിൽ കറക്റ്റായിട്ട് 152 1 കിട്ടും. ആൻസർ എന്താണ് വരിക? റൂട്ട് ഓഫ് 721 എന്ന് പറഞ്ഞ് എത്രയാണ്? 89 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കോമൺ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെ അങ്ങോട്ട് പറയാം? തരുന്ന സംഖ്യകളെ വലത്തുനിന്നും 2 ഗ്രൂപ്പുകളാക്കി മാറ്റുക. 2 ഡിജിറ്റുകളുള്ള 2 ഗ്രൂപ്പുകളാക്കി മാറ്റി ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്നും പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്തുക. ആദ്യത്തെ ഗ്രൂപ്പിലെ പെർഫെക്റ്റ് സ്ക്വയർ 64 ആണ്, 8 ആണ്. അപ്പോൾ 8 8. അപ്പോൾ ഇവിടെ എഴുതുന്ന സംഖ്യ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. 8 8 64. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ 8ഉം ഈ 8ഉം ആഡ് ചെയ്ത് ഇവിടെ 16 എഴുതുന്നു. ഇനി എഴുതുന്നത് ഇവിടെ ഒരു സംഖ്യ എഴുതണം, അതേപോലെ ഇവിടെയും ഒരു സംഖ്യ എഴുതണം. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയാൽ എന്തായിരിക്കണം? ഈ ഉള്ള സംഖ്യ ആയിരിക്കണം. അപ്പോൾ 169 × 9 ചെയ്യുവാണെങ്കിൽ 15
21 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺ ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ഡിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റേ പ്രൈം ഫാക്ടർ മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. ഏത് മെത്തേഡിൽ? കോമൺ ഡിവിഷൻ മെത്തേഡിൽ. ഓക്കെ, ഇനി നമുക്ക് കോമൺ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഈ രീതി ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലും ഈ ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, 1849. അപ്പോൾ നമ്മൾ നോക്കുകയാണ് 1849. സോ സംഖ്യനെ 2 ഗ്രൂപ്പുകളാക്കി 1849. ഓക്കെ, 18ഉം 49ഉം 2 ഗ്രൂപ്പുകളാക്കി. അപ്പോൾ ഞാൻ ആദ്യം നോക്കേണ്ടത് 18ൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ നോക്കാം. സോ 18ൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ 4ന്റെ സ്ക്വയർ ആണല്ലേ. അപ്പം 4 എഴുതി, 4 അതേ സംഖ്യ ഇവിടെ എഴുതി, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 4 16. ഓക്കെ, ബാക്കി എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഗ്രൂപ്പ് താഴേക്ക് ഇറക്കുന്നു 249. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ 4 4 നമ്മൾ ആഡ് ചെയ്യുന്നു, 8 എഴുതുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക 9 ആണ് നമ്മളുടെ അവസാന ഡിജിറ്റ് അല്ലേ. 9 ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയേഴ്സ് ചാൻസ് ഉണ്ട്? 3 അല്ലെങ്കിൽ 7. 3 3 9, 7 7 49 അല്ലേ. അപ്പോൾ 9 കിട്ടണമെങ്കിൽ ഇതായിരിക്കണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വാല്യൂസ്. അത് നമുക്ക് 3 കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ 3 ഇടുവാണെങ്കിൽ അതേ 3 ഇവിടെ ഇടണം അല്ലേ. അപ്പോൾ കൊടുത്താൽ എന്താ? ഈ 83ഉം ഈ 3 മൾട്ടിപ്പിൾ എന്ത് കിട്ടണം? 249 കിട്ടണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 3 കൊടുത്തു, 3 ഇവിടെ കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, 3 3 9, 3 8 24, 20 41 പൂർണ്ണമായിട്ടും പോകുന്നല്ലേ. 0 കിട്ടിയില്ലേ. അപ്പോൾ ആൻസർ എത്താൻ വരുന്നത് 43 ആണ് ഇതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ കോമൺ ഡിവിഷൻ മെത്തേഡ്? എന്നാൽ ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ആൻസേഴ്സ് കണ്ടെത്തുന്നതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1849 ഇതേപോലെ കോമൺ ഡിവിഷൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ സംഖ്യനെ 2 ഗ്രൂപ്പാക്കി മാറ്റി. സ്റ്റെപ്പ് 1 എന്താണ്? സംഖ്യനെ 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. അപ്പം വലത്തു നിന്നും ഇടത്തേക്ക് 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇപ്പോൾ 2 സംഖ്യയുള്ള ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. നോക്കുക, 49 ആണ് അവസാന അക്കം. പരിശോധിക്കുക, അവസാന അക്കം 9 ആണ്. ആരൊക്കെ ചാൻസ് ഉണ്ട് ഉത്തരത്തിൻ്റെ ഭാഗമാകാൻ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ 7 ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇനി നോക്കേണ്ടത് 18 ആണ്. 18ൽ പൂർണ്ണമായിട്ടും പോകുന്ന പെർഫെക്റ്റ് സ്കോർ 4ൻ്റെ ആണ്, 16 ആണ് അല്ലേ. അപ്പോൾ 4 ആയിരിക്കും വരിക. 43 അല്ലെങ്കിൽ 47 ആണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഉത്തരം. ഈ 43 ആണോ 47 ആണോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിൽ ഈ ലെഫ്റ്റ് സൈഡ് കിട്ടിയത് 4 ആണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16. 16നൊപ്പം 4 കൂട്ടുക, 14 + 4 എത്രയും വരിക? 20 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ ഈ കിട്ടിയ ഈ സംഖ്യയും ഈ ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്കും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം 18 ആണോ 20 ആണോ വലുത്? 20 ആണ് വലുത്. 20 ആണ് വലുതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ലെഫ്റ്റ് മോസ്റ്റ് ബ്ലോക്ക് ചെറുതാണ്. അപ്പം നമ്മുടെ ഭാഗം ചെറുതാണെങ്കിൽ ഈ പോസിബിലിറ്റിയിൽ ചെറിയ സംഖ്യ എടുക്കുക, 43 എടുക്കുക. ഉത്തരം 43 നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് മറ്റു ആളുകൾ പലപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാറുണ്ട്. അത് പറയുകയാണെങ്കിൽ 49 ആണ് മനസ്സിലായി, 43 47. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുന്നത് 18ൽ പോകുന്ന പെർഫെക്റ്റ് സ്കോർ 4 ആണ്. 4 × 5, 4ഉം തൊട്ടടുത്ത സംഖ്യ 5, 20. അതും ഇങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ വലിയ സംഖ്യകളാകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആകുന്നതുകൊണ്ടാണ് അഡീഷൻ തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇത് കൂടുതൽ ചോദ്യങ്ങളപ്പോൾ നോക്കാം. 2209. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്താൽ മതി. 2209 ആണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മൾ അവസാനമൊക്കെ നോക്കുന്നു. എന്താണ്? 9 വരാൻ ചാൻസ് ഉള്ള ആർക്കൊക്കെയാണെന്ന് ഓർത്ത് നോക്കുക. 7 അല്ലെങ്കിൽ 3 ആണ് നോക്കുക. 7 അല്ലെങ്കിൽ 3 ആണ്. അപ്പോൾ നമ്മുടെ വർഗം മൂലം അവസാന സംഖ്യ 7 3 ആയിരിക്കും. അപ്പോൾ 2 ഭാഗങ്ങളാക്കി മാറ്റുക. 0 9 22. 22ൽ പോകുന്ന പെർഫെക്റ്റ് സ്കോർ എത്രയാണ്? 4 ആണ് അല്ലേ. 4 4 16, 5 5 26 25 ആയി പോകും അല്ലേ. അപ്പോൾ അത് നമ്മൾ എടുക്കില്ല. അപ്പോൾ 4 ആണ്. അപ്പം പോസിബിലിറ്റി 47 43. ഓക്കെ, ഇതിലേതെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 ആണല്ലോ നമ്മുടെ സംഖ്യ. 4ൻ്റെ സ്ക്വയർ 16 + 4 എത്രയാണ്? 20. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബ്ലോക്ക് നോക്കൂ, 22 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ സംഖ്യ നമ്മുടെ സംഖ്യയെക്കാട്ടിലും നമ്മുടെ സംഖ്യ വലുതാണ് അല്ലേ. അപ്പോൾ കൂട്ടത്തിലെ വലിയ സംഖ്യ എടുക്കുക. ഉത്തരം എത്രയാണ്? 47. സിമ്പിളായി കിട്ടില്ലേ? സെക്കൻഡുകൾ കിട്ടിയില്ലേ? ഒരു ചോദ്യം 2809. ഓക്കെ, അപ്പോൾ 2809 നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2 പാർട്ടാക്കി മാറ്റി.
ഇനിയും ഈ സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് പരിശോധിക്കുക. ഇവിടെ 9 വന്നാൽ 7 അല്ലെങ്കിൽ 3 ചെയ്യാനായിരിക്കും ഉത്തരം കിട്ടാനാണ് ചാൻസ് ഉള്ളത്. 3 അല്ലെങ്കിൽ 7 ആയിരിക്കും വരിക. നോക്കൂ, 28 അതിൽ പോകുന്ന പെർഫെക്റ്റ് സ്കോർ 5 ആണ് അല്ലേ? 5. അപ്പോൾ ഉത്തരം എന്താവാൻ ചാൻസ് ഉണ്ട്? 53 ഓർ 57 ആണ് നമ്മളുടെ ആൻസർ ആവാൻ ചാൻസ് ഉള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് 5ന്റെ സ്ക്വയർ 25. 25ഉം പ്ലസ് ആര് കൂട്ടുക? 5 കൊണ്ട് കൂട്ടുക. 25ഉം 5ഉം 30. ഇവിടെ നമുക്ക് കിട്ടിയ ഈ സമ്മ് 30 ആണ്. നമ്മുടെ ബ്ലോക്കിലുള്ള സംഖ്യ ഏതാണ്? 28 ആണ്. അപ്പോൾ ആരാ വലുത്? 28 ആണ് വലുത് അല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ലെഫ്റ്റ് ബ്ലോക്കാണ് വലുതെങ്കിൽ അപ്പോൾ നമ്മൾ എടുക്കണം വലിയ സംഖ്യ എടുക്കണം. അപ്പോൾ പോസിബിലിറ്റിയിലെ വലിയ സംഖ്യ ഏതാണ്? 57. അപ്പോൾ ഉത്തരം എത്ര വരിക? 57 ആയിരിക്കും വരിക. എളുപ്പമല്ലേ? സെക്കൻഡ് റൂൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ? നെക്സ്റ്റ് നോക്കുക, 3249. ഓക്കെ, 3249 ഒന്നുകൂടി പറയാം. 3249 ആണ്. സോ നമുക്ക് ചാൻസ് 9 ആണ്. എന്തൊക്കെ എഴുതാൻ പറ്റും? 3 അല്ലെങ്കിൽ 7 ആണ് വരിക. 3 അല്ലെങ്കിൽ 7 ആണ് വരിക. അപ്പോൾ നോക്കാം, 32 അല്ലേ? 32 ആണ്. അതിൽ പോകുന്ന പെർഫെക്റ്റ് സ്കോർ 5 ആണ്. 53 അല്ലെങ്കിൽ 57 ആണ് നമുക്ക് പോസിബിലിറ്റി ഉള്ളത്. 53 ഓർ 57 ആണ് വരിക അല്ലേ? ഇനി എന്ത്? ഈ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 25 പ്ലസ് 5 എത്രയാണ്? 25 പ്ലസ് 5 30 ആണ് വലുത് അല്ലേ? 30 ആണോ 32 ആണ് വലുത്? 32 ആണ് വലുത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 57 എഴുതുന്നു. അപ്പോൾ ഉത്തരം എത്ര എഴുതുക? 57 ആണ് ഇതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് 3481. 3481 ആണെങ്കിൽ നോക്കാം. 3481 2 ഗ്രൂപ്പ് ആക്കി എഴുതി. ഓക്കെ, അവസാനക്കം 1 ആണ്. അപ്പം 1 വരണമെങ്കിൽ ഉത്തരത്തിൽ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് അല്ലേ? 1 അല്ലെങ്കിൽ 9 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരിക. അപ്പം 34 കൺസിഡർ ചെയ്യുക. അതിൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ 5ൻ്റെ ആണ്. സോ ഉത്തരം 51 അല്ലെങ്കിൽ 59 ആയിരിക്കും. ഇനി നോക്കേണ്ടത് ഈ 5ൻ്റെ സ്ക്വയർ 25. 25 പ്ലസ് 5 എത്രയാണ്? 30. 25 5ഉം 30 ആണ്. പക്ഷെ നമ്മളുടെ സംഖ്യ എത്രയാണ്? 34 ആണ്. അപ്പം ആരാ ഉത്തരം വരിക? 59 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2601. ഓക്കെ, അപ്പോൾ നമ്മൾ 2601 എഴുതി. 2601 എഴുതി. എനിക്ക് 2 പാർട്ടാക്കി എഴുതി അല്ലേ? നമ്മൾ നോക്കുക, അവസാനമൊക്കെ 1 ആണ് അല്ലേ? 1 ആണെങ്കിൽ എന്തൊക്കെ ചാൻസസ് ഉണ്ട്? 1 അല്ലെങ്കിൽ 9. 26ൽ പോകുന്ന പെർഫെക്റ്റ് സ്കോർ 5 ആണ്. അപ്പോൾ 51 അല്ലെങ്കിൽ 59 ആണ് ആൻസർ വരിക അല്ലേ? 51 ആണ്. അപ്പോൾ 5ൻ്റെ സ്കോർ 25 5 30 ആണ് അല്ലേ? 30നേക്കാട്ടിലും ചെറുതാണ് ഈ സംഖ്യ അല്ലേ? അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഇതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഉത്തരം വരിക. എളുപ്പമല്ലേ? ഇത് നോക്കാം, 2116 എങ്ങനെ ചെയ്യാം? അപ്പോൾ 2116 കൊറോട്ട് പിടിക്കാം. 6 ആണ് അവസാനിക്കുന്ന സംഖ്യ. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6 ആണ് ഉത്തരം വരിക അല്ലേ? അവസാനമൊക്കെ നോക്കിയിട്ട് നമുക്ക് 4 അല്ലെങ്കിൽ 6. 21ൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ 4ൻ്റെ സ്ക്വയർ ആണ്. 4 സ്ക്വയർ 16 ആണ് അല്ലേ? അപ്പോൾ ഉത്തരം 44 അല്ലെങ്കിൽ 46 ആണ് നമുക്ക് സ്ക്വയർ റൂട്ട് ഇടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം, ഈ 44 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 16 പ്ലസ് 4 എത്രയാണ്? 20. നമ്മളുടെ സംഖ്യ എത്രയാണ്? 21 ആണ്. അപ്പോൾ നമ്മളുടെ സംഖ്യ വലുതല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടത്തിലെ വലിയ സംഖ്യ എടുക്കുക, 46. അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഒരു ചോദ്യം ഇതാണ്. 3969 അങ്ങനെ 3969 നോക്കാം. 3969. അപ്പോൾ നമുക്ക് നോക്കാം, 3969 ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അവസാനമൊക്കെ 9 ആണ്. 9 ആണെങ്കിൽ ഒബ്വിയസ്ലി എന്താവാം? 7 ആവാം, 3 ആവാം അല്ലേ? അപ്പോൾ ഏതാണെന്ന് നോക്കുക. 39ൽ പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? 7 ആണ്, 49 ആവും. അപ്പോൾ 67 അല്ലെങ്കിൽ 63 ആണ് അതിൻ്റെ ഉത്തരം വരാൻ ചാൻസ് ഉള്ളത്. ഇനി 6 എടുക്കുക. 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 36 പ്ലസ് 6 ആഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 42 ആണ് വരുന്നത്. നമ്മളുടെ സംഖ്യ 39 ആണ്. അപ്പം ഇതിനകത്ത് ഏതാണ് ഏറ്റവും ചാൻസ് ഉള്ള ഉത്തരം? 63 ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്ക്വയർ റൂട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ 1521 റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരിക 1521 ആണെങ്കിൽ 2 ആയിട്ട് മുറിച്ചു. അപ്പോൾ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും വരിക. 15 പോകുന്ന പെർഫെക്റ്റ് സ്ക്വയർ 31 അല്ലെങ്കിൽ 31 ആണ് വരിക. 3ൻ്റെ സ്ക്വയർ 9. 9 പ്ലസ് 3 12 ആണ്. ഈ സംഖ്യ അതിലും വലുതാണ് ഉത്തരം. അപ്പം 39 ആയിരിക്കും. 39 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ.
അപ്പോൾ ഇതെങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത്? വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ക്വയർ റൂട്ട് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ടും ഈ വീഡിയോയിൽ എങ്ങനെയാണ് വളരെ വേഗത്തിൽ സ്ക്വയർ റൂട്ട് കാണുന്നതെന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും മുൻ പരീക്ഷ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.